ലോകത്തെ നടുക്കിയ ക്രിമിനൽ കേസുകളിൽ ഏറ്റവും കൊടൂരമായ ക്രിമിനൽ കേസ് ഏതാണ്? ആ കൃത്യം ചെയ്ത ക്രിമിനൽ ആരാണ്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരമെന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു കേസോ ഏതെങ്കിലും ഒരു കുറ്റവാളിയെയോ ചൂണ്ടിക്കാട്ടുക സാധ്യമല്ല. കാരണം കൊടൂരത അളക്കുന്നത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, ഇരകളുടെ എണ്ണം, മനുഷ്യത്വ വിരുദ്ധത, സമൂഹത്തിൽ സൃഷ്ടിച്ച നടുക്കം തുടങ്ങിയ പല ഘടകങ്ങളാലാണ്. എന്നിരുന്നാലും ലോകത്തെ നടുക്കിയ ഏറ്റവും ക്രൂരമായ ചില ക്രിമിനൽ കേസുകളെ പറ്റിയും കുറ്റവാളികളെ പറ്റിയും പറഞ്ഞു തുടങ്ങാം. വെൽക്കം ടു ഡാർക്ക് ഹിസ്റ്ററി. ലോക ചരിത്രത്തിൽ ഏറ്റവും കുപ്രസിദ്ധനായ കൊലപാതകി, പിടികിട്ടാപ്പുള്ളി, അജ്ഞാതൻ എന്നീ നിലക്ക് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യം. ആധുനിക ലോകത്തെ ക്രൈം കേസുകളുടെ ചരിത്രമെടുക്കുമ്പോൾ എഴുതപ്പെട്ടതും ഒരു കാലത്ത് ജനതയ്ക്ക് ഭയപ്പാടുണ്ടാക്കിയ കൊലപാതക പരമ്പര. ജാക്ക് ദി റിപ്പർ എന്ന് ഇന്നും ലോകം ഭയപ്പാടോടെ നോക്കിക്കാണുന്ന ഒരു സീരിയൽ കില്ലറുടെ കഥ. ആരാണ് കൊലപാതകി? ഇന്നും ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നടുക്കുന്ന സംഭവം. ബ്രിട്ടനിലേക്ക് ഐറിഷ് കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കിന്റെ കാലത്ത് ലണ്ടൻ തെരുവുകളിലേക്ക് കുടിയേറപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വൈറ്റ് ചാപ്പൽ ഡിസ്ട്രിക്റ്റിലെ ചേരി പ്രദേശം. ഇരകളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ലോകത്തെ നടുക്കിയ കാനോണിക്കൽ 5 എന്ന കൊലപാതക പരമ്പര. കഴുത്തറുത്തും ശരീരമാകെ കീറിമുറിച്ചും ചില നേരം ആന്തരിക അവയവം മുറിച്ചെടുത്തും ഉപേക്ഷിക്കപ്പെടുന്ന കൊലപാതക രീതി. കൊല്ലപ്പെട്ടവരെല്ലാം ഗതികേടിന്റെ വഴികളിൽ കുടുങ്ങി അഭിസാരികളായവർ. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇഷ്ടിക കെട്ടിട സമുച്ചയത്തിന്റെ ഇടനാഴികകളിൽ, വഴികളിൽ, തെരുവോരങ്ങളിൽ ഇല്ലാതായ സ്ത്രീജനങ്ങൾ. അക്കാലത്ത് നടന്ന ഈ കൊലപാതക പരമ്പര ലോകത്തിന്റെ മുന്നിൽ ഇന്നും നടുക്കുന്ന സംഭവമായി മാറിയത് കൊലപാതക രീതിയും കൊല്ലപ്പെട്ടവരുടെ സ്വഭാവവും കൊലപാതകിയെ കണ്ടെത്താൻ കഴിയാത്തതുമൊക്കെ ആയിരുന്നു. കാലമൊരു പ്രദേശത്ത് നടന്ന കൊലപാതക പരമ്പര മാത്രമായി ഇതിനെ മാറ്റാതിരുന്നത് അക്കാലത്ത് ഈ കേസിനുണ്ടായ മാധ്യമ ശ്രദ്ധയായിരുന്നു. പുസ്തകങ്ങളായും നാടകങ്ങളായും വെബ് സീരീസുകളായും സിനിമകളായും കാലം കണ്ട ഈ കൊടൂര സംഭവത്തെ വരും തലമുറയെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെയാണ് ഇന്നും ഈ സംഭവങ്ങൾ ഓർക്കപ്പെടുന്നത്. ഈ കൊലപാതകിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം വെറുതെയായി എന്ന് പറയുന്നതിനേക്കാൾ ഒരു നിലക്കും കൊലപാതകിയെ കണ്ടെത്താൻ ഒരു തെളിവും ബാക്കി വെക്കാത്ത കൊലപാതക രീതി എന്ന വിശേഷണത്താലാണ് ഈ കുറ്റകൃത്യത്തിന് പ്രസക്തിയേറുന്നത്. കൊലപാതകി ആരെന്ന് കണ്ടെത്താനാകാതെ ലണ്ടൻ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യത്തിൽ വൈറ്റ് ചാപ്പൽ വിജിലൻസ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ലസ്കിന് ഒരു പാഴ്സൽ വരുന്നു. ആ പാഴ്സലിൽ ഒരു കിഡ്നിയുടെ പകുതിയും ഒരു കത്തുമാണ് ഉണ്ടായിരുന്നത്. കത്തിൽ ഇങ്ങനെ കുറിച്ചിരുന്നു. ആ കത്ത് എഴുതി തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: നരകത്തിൽ നിന്ന് എന്ന ഒരു സംബോധനയിൽ തുടങ്ങിയ ആ കത്തിന്റെ ഇതിവൃത്തം വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കുറിച്ചിരുന്നു: നിങ്ങൾ ഈ കാണുന്ന പാഴ്സലിലെ വൃക്കയുടെ പകുതി ഞാൻ പാകം ചെയ്ത് കഴിച്ചു. അതിന് വല്ലാത്തൊരു രുചിയായിരുന്നു. കുറച്ചുകൂടി കാത്തിരിക്കുകയാണ് എങ്കിൽ ആ വൃക്ക മുറിച്ചെടുക്കാനുള്ള കത്തി ഞാൻ നിങ്ങൾക്ക് പാഴ്സൽ ചെയ്യാം. ഇന്നും കാലം ഓർമ്മിക്കുന്ന കൊടൂരത നിറഞ്ഞ ഈ കൊലപാതകത്തിന്റെ ബാക്കി കഥ നിങ്ങൾക്ക് വൈകാതെ കേൾക്കാം. ഇറ്റ്സ് മീ ഷഹീർ പി സിദ്ദീഖ്.